എന്താണ് ഈ എമ്മാവൂസ് അനുഭവം? എമ്മാവൂസ് അനുഭവത്തെക്കുറിച്ച് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളിലാണ് എമ്മാവൂസ് അനുഭവത്തെക്കുറിച്ച് പറയുന്നത്. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഉണ്ടായ അനുഭവമാണിത്. ഏകദേശം 60 സ്ഥാദിയോൻ ദൂരം, അതായത് 7 മൈൽ ദൂരം, അതിനിടയിലാണ് ഈ എമ്മാവൂസ് അനുഭവം ശിഷ്യന്മാർ അനുഭവിക്കുന്നത്. 3 തരത്തിലുള്ള അവസ്ഥയിലൂടെ ശിഷ്യന്മാരുടെ മനസ്സ് കടന്നുപോയി. ഒന്നാമത്തെ അവസ്ഥ യേശുവിനെ തിരിച്ചറിയാത്ത അവസ്ഥ, രണ്ടാമത്തെ അവസ്ഥ യേശുവിനെ തിരിച്ചറിയുന്ന അവസ്ഥ, മൂന്നാമത്തെ അവസ്ഥ സുവിശേഷം പ്രഘോഷിക്കുന്ന അവസ്ഥ. എന്താണ് ഈ യേശുവിനെ തിരിച്ചറിയാത്ത അവസ്ഥ? അതായത് ഈ ശിഷ്യന്മാരുടെ മുൻപിൽ യേശു വരികയാണ്, ഉത്ഥാനശേഷം യേശു വരികയാണ്. പക്ഷെ അവർക്ക് യേശുവാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു സംശയം തോന്നാം. 3 വർഷം കൂടെ നടന്ന ഒരു വ്യക്തിയാണ് ഈ യേശു. നമുക്ക് എത്ര ഭയവും വിഷമവും പേടിയും നിരാശയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ വ്യക്തിയെ കണ്ടാൽ സ്വാഭാവികമായും തിരിച്ചറിയേണ്ടതല്ലേ, ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ. ഒരുപക്ഷെ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി, ഈ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി വളരെ മൃഗീയമായി കൊല്ലപ്പെടുന്നത് കണ്ടവർ, അവരുടെ മുൻപിൽ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ അവർക്കത് മനസ്സിലാകണ്ടേ? അല്ലെങ്കിൽ എന്നോടൊരു രൂപസദൃശ്യമെങ്കിലും അവർക്ക് തോന്നേണ്ടതല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത്? അത് അവർക്കത് യേശുവാണ് എന്ന് മനസ്സിലാകാത്തത്? 2 തരത്തിലുള്ള കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, അവരുടെ മാനസികാവസ്ഥ നിരാശയും ഭയവും എന്ന മാനസികാവസ്ഥ മാത്രമല്ല, മറ്റൊരു മാനസികാവസ്ഥയും കൂടെ അവർ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതായത് അവർ യേശുവിൻ്റെ, അതായത് നമ്മുടെ ഈ മലങ്കര സഭയിൽ ഈ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് നമ്മളിങ്ങനെ പ്രാർത്ഥനകളിൽ പറയും, ഞങ്ങൾക്ക് വേണ്ടി മരണം ആസ്വദിച്ചവനെ എന്ന്. തങ്ങളുടെ ഗുരു മരണം ആസ്വദിച്ചു മരിക്കുന്നത് അവർ കാണാനിടയായി. പക്ഷേ ഉത്ഥാനം അവർ കണ്ടിട്ടില്ല. അതായത് 3 ദിവസം ശരീരമാസകലം മുറിവേറ്റ് മരണത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് ഇവർ. അപ്പം 3 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് നല്ലൊരു ശരീരവുമായിട്ട് ഒരു വ്യക്തി അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരിക്കലും അവർക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഉദാഹരണം എന്നെ തന്നെ ഞാൻ പറഞ്ഞത്, 3 ദിവസം കഴിഞ്ഞ് ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് ഇത് ഞാനാണെന്ന് പറഞ്ഞ് എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞാൽ പോലും എനിക്ക് തെളിയിക്കേണ്ടി വരും ഇത് ഞാനാണെന്ന്. പെട്ടെന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല, രൂപത്തിൽ സാദൃശ്യമുണ്ടെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് ഈ ശിഷ്യന്മാർ മാത്രമല്ല, യേശു ഉത്ഥിതനായി ആദ്യം കണ്ട മഗ്ദലേന മറിയത്തിന് പോലും യേശുവിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. യേശുവിൻ്റെ മനുഷ്യാവതാരം നിത്യമാണ്. അതുകൊണ്ട് യേശു രൂപം മാറ്റിയിട്ടില്ല. അതേ രൂപത്തിൽ കണ്ടിട്ടും അവരുടെ മനസ്സിൻ്റെ പ്രത്യേകമായ ഒരവസ്ഥ കാരണം, ഒന്ന് ഭയവും നിരാശയും, 2 അവർ ഉത്ഥാനം കണ്ടിട്ടില്ല. മരണം കണ്ടിട്ടുണ്ട്. ആ പർട്ടിക്കുലർ ടൈമിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ ലോകത്ത് ആർക്കും അറിഞ്ഞുകൂടാ. അന്നും അറിഞ്ഞുകൂടാ, ഇന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. എന്നാൽ ഈ യേശുവിന് ഒരു കടമ കിടപ്പുണ്ട്, തെളിയിക്കുക. ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പഠിപ്പിച്ചവന് അവരെ ബോധ്യപ്പെടുത്തണം ഇത് ഞാനാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നെ യേശു അവരോട് അധിക ദൂരം നടന്ന്, എന്നാൽ ആദ്യമേ യേശു പറഞ്ഞിരുന്നെങ്കിൽ, ഞാനാണ് യേശു, ഞാനാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന യേശു, ഞാൻ ഉയർത്തെഴുന്നേറ്റു, പണ്ട് പറഞ്ഞതുപോലെ ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ശിഷ്യന്മാർക്കത് എളുപ്പം വിശ്വസിക്കുവാൻ സാധിക്കുമെന്ന്. എൻ്റെ വ്യക്തിപരമായൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതുപോലെ, ഞാനാണ് 3 ദിവസം മുമ്പ് മരിച്ച ഞാനാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തെളിയിക്കേണ്ടി വന്നേനെ. അതുപോലെ യേശുവിനെ തെളിയിക്കണം. ഒറ്റയടിക്ക് പറഞ്ഞാൽ ശിഷ്യന്മാർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പെട്ടെന്ന് ചോദിക്കും, അപ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾ എവിടെ? അതെങ്ങനെ പോസിബിൾ ആവും? നീയാണ് യേശു എന്നുള്ളതിന് അത് പോസിബിൾ അല്ല. മനുഷ്യരൂപത്തിൽ തന്നെ അവർ കണ്ടിട്ടും അതവർക്ക് പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് യേശു ഒറ്റയെടുത്ത് അവരോട് വന്ന് പറയാതിരുന്നത് ഇത് ഞാനാണ് എന്ന്. മറിച്ച് അവൻ വചനം പറയാൻ ആരംഭിച്ചു.
അവൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി അത് യേശുവാണ് എന്നുള്ളത്. അതായത് അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. അവർക്ക് പൂർണ്ണമായി മനസ്സിലായത് അവിടുന്ന് വിശുദ്ധ കുർബാന എടുത്തത് തങ്ങളോടൊപ്പം കുരിശുമരണത്തിന് മുൻപ് അവൻ ചെയ്ത ഏറ്റവും അവസാനത്തെ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കൽ. യേശു വിശുദ്ധ കുർബാന എടുത്ത് വാഴ്ത്തി, അതായത് അപ്പം എടുത്ത് വാഴ്ത്തി ആശീർവദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് തങ്ങളുടെ ഗുരുവാണ് എന്ന്. അവർ പങ്കിട്ട 3 വർഷത്തിനിടയിലെ ഏറ്റവും നല്ല സ്മരണകളിൽ ഒന്നാണ് തങ്ങളുടെ ഗുരുവുമോടൊപ്പമുള്ള വചന വ്യാഖ്യാനം. അതേ കാര്യങ്ങൾ തങ്ങളുടെ ഗുരു ചെയ്ത് അപ്പം എടുത്ത് ആശീർവദിച്ചപ്പോൾ അവർക്കുറപ്പായി ഇത് യേശുവാണ് എന്ന്. യേശുവിന് പറയേണ്ടി വന്നിട്ടില്ല, ഞാൻ യേശുവാണ് എന്ന് അവരോട് പറയേണ്ടി വന്നിട്ടില്ല. പക്ഷെ യേശു തെളിയിച്ചു ഇത് ഞാൻ തന്നെയാണ് എന്ന്. അവരുടെ നിരാശയും ഭയവും നിറഞ്ഞ മനസ്സും മാനുഷികമായ മനുഷ്യശക്തിയിലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ കണ്ടെത്തുകയാണ് തങ്ങളുടെ നാഥനെ. ആദ്യം അവർ യേശുവിനെ തിരിച്ചറിയുന്നില്ല, എന്നാൽ യേശു തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവർ യേശുവിനെ തിരിച്ചറിയുന്ന അവസ്ഥ. ഈ 2 അവസ്ഥയിലൂടെ കടന്നുപോയ ശേഷം യേശുവിനെ അകത്ത് സ്വീകരിച്ചു. പിന്നെ യേശുവിനെ അവർ കാണുന്നില്ല. വിശുദ്ധ കുർബാനയായി യേശു അവരുടെ അകത്ത് വന്നു. പിന്നീട് സംഭവിക്കുന്നത് അവർ നേരെ തിരിച്ചു പോവുകയാണ്. എമ്മാവൂസിലേക്ക് പോയത് പകുതി വഴിയോ പൂർണ്ണ വഴിയോ എത്തിയ ശേഷം അവർ തിരിച്ച് വീണ്ടും ഓടുകയാണ് ജെറുസലേമിലേക്ക്, മറ്റ് ശിഷ്യന്മാരോട് ഈ കാര്യങ്ങൾ, ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ. അതായത് അവരെ ഈ സദ്വാർത്ത അറിയിക്കാൻ, സുവിശേഷം പങ്കുവയ്ക്കാൻ. അപ്പോൾ ഈ ഒരു സുവിശേഷം, ഇതാണ് ശരിക്കും എമ്മാവൂസ് എൻകൗണ്ടർ അല്ലെങ്കിൽ എമ്മാവൂസ് അനുഭവം. നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? സ്പിരിച്വാലിറ്റിയിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു തലമുണ്ട്, അതിന് വലിയ ഒരു റോളുണ്ട്. മനസ്സിൻ്റെ ഒരു അവസ്ഥ. ദൈവപ്രവർത്തികൾ നടക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ മേഖല കഴിഞ്ഞേ ആത്മാവിൻ്റെ മേഖലയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഒറ്റയടിക്ക് യേശു പ്രത്യക്ഷപ്പെട്ട് കൈകളൊക്കെ ആകാശത്തേക്ക് ഉയർത്തി യേശുവിന് എന്തും ചെയ്യാം, എന്തും മാജിക്കലായിട്ട് കാണിച്ച് ഇവരെ വിശ്വസിപ്പിക്കാം. അങ്ങനെ യേശു ചെയ്തിരുന്നെങ്കിലും ഇവരുടെ ആത്മാവ് കൊണ്ട് അവർക്ക് ഉൾക്കൊണ്ടാലും അവർക്ക് മനസ്സുകൊണ്ട് പല ചോദ്യങ്ങളും ബാക്കി നിൽക്കും. അതുകൊണ്ട് യേശു ഉത്ഥിതനായ ശേഷം അവരുടെ മനസ്സിനെയാണ് പൂർണ്ണമായി നവീകരിച്ച് മനസ്സിലാണ് ആ വിശ്വാസം കൊടുത്തത്. ഈ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് പെന്തക്കോസ്തിയിലാണ്. യേശു ഉത്ഥാനം ചെയ്തു എന്ന് ഉറപ്പായിട്ടും അവർക്ക് ധൈര്യത്തോടെ വചനം പ്രഘോഷിക്കാനോ പുറത്തിറങ്ങാനോ സാധിച്ചില്ല. അത് വരുന്നത് യേശു ആത്മാവിൻ്റെ മേഖലയെ തൊടുമ്പോഴാണ്, പെന്തക്കോസ്തിക്ക് ശേഷമാണ്. യേശു ഉത്ഥിതനായി 3-ാം ദിവസം ഉത്ഥിതനായി 40 ദിവസം സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ ശിഷ്യന്മാർക്ക് പല രീതിയിൽ പലയിടത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ മനസ്സിൻ്റെ മേലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഹി പ്രൂവ്ഡ് ഹിസ് റിസറക്ഷൻ. രഹസ്യമായി നടന്ന ഉത്ഥാനമാണത്. അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. യേശുവിൻ്റെ ഉത്ഥാനം ആരും നേരിട്ട് കണ്ടിട്ടില്ല. ആ 40 ദിനരാത്രങ്ങൾ യേശു ഭൂമിയിലായിരുന്നുകൊണ്ട് മനുഷ്യരൂപത്തിൽ തന്നെ ശിഷ്യന്മാർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഓരോരുത്തർക്കും പല രീതിയിൽ പല അനുഭവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പഴയകാല ഓർമ്മകൾ പുതുക്കിക്കൊണ്ടും യേശു പറയാതെ പറഞ്ഞു, ഞാൻ തന്നെയാണ് നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യാവതാരം ചെയ്ത യേശു. എന്നാൽ 40-ാം ദിവസം അവർ നോക്കി നിൽക്കെ സ്വർഗാരോഹണം ചെയ്തു ദൈവമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. എങ്കിലും ഇതെല്ലാം സംഭവിച്ചിട്ടും അവർക്ക് അത് പ്രഘോഷിക്കുവാനോ പുറത്തിറങ്ങാനോ ധൈര്യത്തോടെ രക്തസാക്ഷിത്വത്തെ പുൽകാനോ ധൈര്യം കിട്ടുന്നത് സഹായകൻ വരുമ്പോഴാണ്. പക്ഷേ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവരുടെ മനസ്സിൻ്റെ മേലുള്ള എല്ലാ സംശയങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് യേശു പോയത്. അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞപ്പോൾ അവർക്ക് 10 ദിവസം കാത്തിരിക്കുവാനും സാധിച്ചത് പരിശുദ്ധാത്മാവിന് വേണ്ടി. ഈ എമ്മാവൂസ് അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്
മനസ്സിൻ്റെ മേഖല നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം വിശ്വാസം നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനേ പറ്റൂ. ബിക്കോസ് ഫെയ്ത്ത് ഇറ്റ് സെൽഫ് ഇസ് എ സൂപ്പർ നാച്ചുറൽ ഗ്രേസ്. അത് ദൈവം നമുക്ക് തരണം. എന്നാൽ നമ്മളൊന്ന് സഹകരിക്കുകയും കൂടി വേണം. എങ്ങനെയാണ് സഹകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുക. പിന്നീട് യേശുവിനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയെക്കുറിച്ച് ബൈബിൾ ആദ്യം നമുക്ക് വായിക്കുകയാണെങ്കിൽ അവിടെയും വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. മനസ്സിൻ്റെ അവസ്ഥ മാത്രമല്ല, അവരുടെ കണ്ണുകൾ അടങ്ങിയിരുന്നു. അത് ദൈവം തുറക്കാതെ ഒരിക്കലും യേശുവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അത് നേരിട്ടിപ്പോൾ യേശു നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ പോലും ദൈവം നമ്മുടെ കണ്ണുകൾ തുറക്കാതെ, അത് ബാഹ്യമായ നേത്രങ്ങളല്ല, ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കാതെ മനുഷ്യരൂപത്തിൽ യേശു മുമ്പിൽ വന്നാലും നമുക്ക് ദൈവത്തെ ദൈവമായി കാണാനോ അംഗീകരിക്കാനോ സാധിക്കുകയില്ല. പിന്നീട് ദൈവം സ്വയം വെളിപ്പെടുത്തിയ ശേഷമാണ് വിശുദ്ധ കുർബാനയും വചനവും, അതായത് വചനവും വിശുദ്ധ കുർബാനയിലുമാണ്, കൂദാശകളിലുള്ള നമ്മുടെ ജീവിതമാണ് യേശുവിലേക്ക് കൂടുതൽ നമ്മളെ അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ യേശുവിനെ ആഴമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് ലഭിക്കുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ എമ്മാവൂസ് എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൻ്റെ മേഖലയിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യം വളരട്ടെ.